പിന്നെ അന്വേഷിച്ചു. നമ്മുടെ പാർട്ടിയുടെ അതിശയകരമായ വിജയത്തിന്റെ പിന്നിൽ ഒരു ഭഗവത്ഗീതയും ഋതികമോളുമാണെന്ന് ജയിച്ചു വന്ന ഈ 138 MLA-മാർക്കും അറിയാം. അങ്ങനെയൊന്നും പറയില്ല അങ്കിളെ. ഒരു മാറ്റം ജനം ആഗ്രഹിച്ചിരുന്നു. കാറ്റ് നമുക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് വിജയം നമ്മളോടൊപ്പം നിന്നു. തമസ്വമാ ജ്യോതിർഗമയ മൃത്യുർമാ അമൃതം ഗമയ. തമസിൽ നിന്നും ജ്യോതിസിലേക്കും മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്കും. തമസിന്റെ സിമ്പലായിരുന്ന അനന്തംപിള്ളയെ ശാശ്വതമായി ഇരുട്ടിന്റെ കാരാഗൃഹത്തിൽ അടച്ച് ജ്യോതിസ് പരത്തി. മരിച്ചുപോയ പ്രസ്ഥാനത്തെ അമരത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതൊക്കെ ഋതുമോളുടെ മാത്രം കഴിവല്ലേ? പ്രശംസ മോൾക്ക് ഇഷ്ടമല്ലെന്നറിയാം. പക്ഷേ പ്രശംസിക്കേണ്ടത് ഞങ്ങളുടെ കടമയും ഞങ്ങളുടെ നന്ദി പ്രകടനവുമാണ്. മോളുടെ ബുദ്ധിയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. അല്ലങ്കിളെ, എന്റെ ബുദ്ധി മാത്രമല്ല, ഇതിന്റെ എല്ലാം പിന്നില് എന്റെ രാജുവാ. എമ്പ്രാൻ അല്പം കട്ടുമുടിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നാണ് പുരാണം. അതിന് എമ്പ്രാനായ അനന്തംപിള്ള നല്ലോല കട്ട് കള്ളപ്പണ മുഴുവൻ ഇലക്ഷന് വേണ്ടി ഒഴുക്കി. പരിസരവാസികളായി ഞാനും നീയും അല്പം തൊട്ട് മക്കി. അതൊരു തെറ്റാണോ? അതൊരു തെറ്റല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അത് ഭയങ്കര തെറ്റാണെന്ന് പോലീസ് മൂരാജികൾ വിചാരിക്കുന്നു. ആശാൻ അകത്ത് കിടക്കുന്നുണ്ട് ശിഷ്യന്മാരായ നമ്മളെ രണ്ടുപേരെയും പൊക്കും. ആശാൻ വലിയ നേതാവായതുകൊണ്ട് അയാളെ പോലീസ് തല്ലത്തില്ല. പക്ഷെ എന്റെ നിന്റെ ഉണ്ടല്ലോ, തണ്ണിമത്തം പോലുള്ള ഈ വയറിലിട്ട് പോലീസ് ചപ്പാത്തി പരത്തും പോലെ പരത്തും. മാത്രമല്ല കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവും പറയും. എനിക്ക് അസഭ്യം കേൾക്കാൻ വലിയ ഇഷ്ട. നീ പിന്നെ മനുഷ്യജന്മല്ലല്ലോ. പൊടിയാടി, നീ വാൽപ്പാറയ്ക്ക് മുങ്ങും, ഞാന് കൊടൈക്കനാലിലേക്ക് മുങ്ങാം. തമിഴ് പോലീസിന്റെ സഹായത്തോടെ കേരള പോലീസ് അവിടെ വന്ന് പിടിക്കും. തമിഴിലുള്ള അസഭ്യവും കേൾക്കണം. പോലീസ് എന്തെങ്കിലും ചെയ്തോട്ടെ. എടാ, കട്ടെടുത്ത കാശ് മാത്രം ചോദിക്കാതിരുന്നാ മതി. ഒരു 3-4 കോടി പൊടിയാടി അമ്മയ്ക്കല്ലേ? എങ്ങനെ മുക്കാൻ പറ്റും? അനന്തന്റെ കണ്ണാണ്, കട്ടെന്നറിഞ്ഞ തട്ടിക്കളയും. എന്റെ ദൈവമേ, കട്ടെടുത്ത കാശ് മുഴുവനും എന്റെ അച്ഛൻ മാർക്കോസ് പൊടിയാടിയുടെ കല്ലറയെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. മാർക്കോസ് ചത്തുപോയെങ്കിലും എന്നെക്കാളും വലിയ കള്ളനാ. ഇനി കല്ലറയിൽ നിന്ന് കാശ് വഴിച്ചോണ്ട് അയാൾ പോവോ? എന്റെ ദൈവമേ. എടോ, താൻ എന്താണ് പൊടിയാടി ഇത്രയ്ക്ക് ആലോചിക്കുന്നത്? ചത്തുപോയ എന്റെ അപ്പൻ മാർക്കോസ് പൊടിയാടി ഭാവിയിൽ ഒരു പുണ്യാളനാ. അദ്ദേഹത്തിനോടൊന്ന് പ്രാർത്ഥിച്ചതാ. അല്ല ജയ, താൻ ഈ കാശൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്തിനാ? അവിടെ ഒന്ന് അങ്ങോട്ട് അടിച്ചെടുക്കാനാണോ? എന്റെ പൊന്നു ജയ, അതിനൊന്നും അല്ല. ദയവ് ചെയ്ത് പോലീസിന് കൊടുക്കരുത്.